ക്രിസ്ത്യൻ സ്കൂൾ അടിച്ച് തകർത്ത് തീവ്ര ഹിന്ദുത്വം. പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഈ ക്രിസ്ത്യൻ സ്കൂളാണ് അടിച്ച് തകർത്തത്. നമുക്കതിൻ്റെ വാർത്തയും കൂടി കേൾക്കാം. എത്ര അപലപനീയമാണ്. നമ്മളിൽ ബഹുഭൂരിപക്ഷവും പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂൾസിലാണ് എന്ന് നമുക്കറിയാം. അവർ ഈ രാജ്യത്തിന് ചെയ്യുന്ന സേവനങ്ങൾ അറിയാം. അദാനിയുടെ NDTVയിൽ എടുത്തു പറയുന്ന വേറൊന്നും കൊണ്ടല്ല, ഇതിനി അന്താരാഷ്ട്ര ഗൂഢാലോചനയൊന്നുമല്ല, മോദിജിയുടെ സ്വന്തം അദാനിയുടെ NDTVയിലെ വാർത്ത കേൾക്കാം. Right-wing Hindu fundamentalist groups, activists of these groups, stormed into a school, the St. Joseph School in MP's Vidisha district, and pelted stones on the school building. ഭീകര സംഘങ്ങളായി വരുന്ന ഗുണ്ടകളാണ് ഇവർ. They are alleging religious conversion by this Christian missionary school. പിള്ളേർ പരീക്ഷ എഴുതുന്ന സമയത്താണ് അടിച്ചു തകർത്തത്. ഇത്രയും പേർ സംഘമായി വന്ന് ഒരു സ്കൂൾ അടിച്ചു തകർക്കുകയാണ്. കുട്ടികൾ മാത്സ് എക്സാം എഴുതുകയായിരുന്നു. Yes, sir. The violence in premises of the school located in Gand Basoda happened when class 12 students were appearing. 12ാം ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. And they had a narrow escape in the attack. And anger was growing among students. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് the residents of Gand Basoda town, following reports in sections of the local media and social media about religious conversion of faith. സ്ഥിരമുള്ള നമ്പറാണ്. ക്രിസ്ത്യാനികൾ മതപരിവർത്തനം ചെയ്യുന്നു, മുസ്ലിങ്ങൾ ലവ് ജിഹാദ് ചെയ്യുന്നു. ഇവരെ ടാർഗറ്റ് ചെയ്യാൻ, നമ്മുടെ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ ഓരോരോ വഴികൾ. പബ്ലിക്കലി അത് അടിച്ചു തകർക്കുക മാത്രമല്ല, അവരുടെ നേതാക്കൾ ഈ ക്രിസ്തീയ സ്ഥാപനങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്നും മറ്റും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തൊരു അപലപനീയമായ നാണം കെട്ട പരിപാടിയാണിത്. നൂറ്റാണ്ടുകളായി വിദ്യാഭ്യാസ മേഖലയിൽ സുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന ഈ ഇതുപോലത്തെ സ്കൂൾസിനെ അടിച്ച് തകർക്കുക. തീവ്ര ഹൈന്ദവ സംഘടനകളുടെ അക്രമം. സമാധാന അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചിരുന്ന വിദ്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയ അക്രമികൾ സ്കൂൾ അടിച്ചു തകർക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു. സ്കൂളിലെ ഒരു മുൻ ജീവനക്കാരൻ നൽകിയ വ്യാജ മതപരിവർത്തന പരാതിയെ മുൻനിർത്തിയാണ് ഈ ആസൂത്രിത അക്രമം. സ്കൂളിലെ ജീവനക്കാരെ മതം മാറ്റുവാൻ ആണുങ്ങൾക്ക് നേരെ വ്യാജ പോക്സോ കൊടുക്കുന്നത് പോലെ, വ്യാജ ലൈംഗിക പരാതി കൊടുക്കുന്ന പോലെ, മുസ്ലിങ്ങൾക്ക് നേരെ ലവ് ജിഹാദും ക്രിസ്ത്യാനികൾക്കെതിരെ വ്യാജ മതപരിവർത്തനവും ഒരു മുൻ ജീവനക്കാരൻ ആരോപണം ഉന്നയിച്ചിരുന്നു. സ്കൂളിൽ ജോലി ചെയ്യുന്നതിനിടെ ക്രിസ്ത്യൻ പള്ളി സന്ദർശിക്കുവാൻ തനിക്കുമേൽ നിരന്തരം സമ്മർദ്ദമുണ്ടായെന്നും മതം മാറാൻ വിസമ്മതിച്ചതോടെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയുമായിരുന്നുവെന്ന വ്യാജവും അടിസ്ഥാനരഹിതവുമായ ആരോപണവുമാണ് ഇയാൾ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്രംഗ് ദൾ പ്രവർത്തകർ വിദ്യാലയത്തിൽ അതിക്രമിച്ചെത്തി സ്കൂൾ അടിച്ചു തകർത്തത്. പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും സ്കൂളിന് കാര്യമായ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ പതിറ്റാണ്ടുകളായി നമ്മുടെ നാടിന്റെ ഒരു ദുരവസ്ഥയാണിത്. അതിശക്തമായി അപലപിക്കപ്പെടേണ്ടതാണ്. ക്രിസ്തംഗികൾക്ക് കാര്യം മനസ്സിലായ, അവർ കാര്യം മനസ്സിലാവില്ല, അത് വേറെ. പക്ഷെ എന്നിരുന്നാൽ പോലും അത്യന്തം അപലപനീയമായ, എന്നിട്ട് അടുത്ത തമാശ എന്താ അറിയോ? അടുത്ത തമാശ സ്കൂളിൻ്റെ സ്വത്തും മറ്റും കണ്ടുകെട്ടണമെന്നാണ് പറയുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഇന്ത്യയുടെ മാനം കെടുത്തുന്നതാണ്, നാണം കെടുത്തുന്നതാണ്. നമ്മുടെ മഹാത്മാഗാന്ധി അടക്കം ക്രിസ്തുമാർഗിയാണ്. സ്വാമി വിവേകാനന്ദനടക്കം യേശുക്രിസ്തുവിനെ ഏറ്റവും ആദരിച്ചിരുന്ന വ്യക്തിയാണ്. ഈ തീവ്ര ഹിന്ദുത്വ നമ്മുടെ ശാപമാണ്, ഈ നാടിന് ബാധിച്ച ക്യാൻസറാണ്.